അഹമ്മദ് നബിയോരിൽ സലാമുരൈந்து കഥകൾ പറയട്ടെ പതിവിന്റെ എതിരായി ചിന്താഭാരവുമായാണ് മദീനയിൽ നിന്ന് ഉണക്കം വന്നുള്ളത്. എന്തോ പന്തികേട് സംഭവിച്ചതുപോലെ, എന്തോ പ്രതികാര നാഗമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതുങ്ങി വന്നത്. എന്താണത്? അതാ അങ്ങോട്ട് നോക്കൂ, മസ്ജിദ് നബിയുടെ ഓരത്തിരിക്കുന്നത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അതെ, പുന്നാര നബിയുടെ പിതൃവ്യനായ അബീ ത്വാലിബിന്റെ പുന്നാര മകൻ, വീരനും ശൂരനുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ സഹോദരൻ. കണ്ടാൽ റസൂലുള്ളാഹി തന്നെ, അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പുന്നാരെ, അവരെ ശുറഹുബിൻ കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറയിൽ ചെന്നാരെ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ പൊന്നാരെ, അവരെ ശുറഹുബിൻ കൊന്നാരെ. ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്റയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സുഹൈൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും തിരിച്ചു വരില്ല. ഇല്ല, അവന് ഞാൻ വെറുതെ വിടില്ല. അണപൊട്ടി ഒഴുകുന്ന കണ്ണീർ നനങ്ങൾക്കിടയിലൂടെ ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ ചീറ്റി മദീനയിൽ യുദ്ധകാലം മുഴങ്ങാനിരിക്കുകയാണ്. സഹാബത്തിന്റെ രക്തങ്ങൾ തിളച്ചു മറയുന്നു. 1000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാതുകൊടുക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ളാഹ് അവരോട് പറയുക? തിരുത്വാഹ റസൂലുള്ളാഹിന്റെ അമറായ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലവും തോജിച്ചുള്ളോരേ. സയ്യിദ് ഇബ്നു ഹാരിസ് മുന്നിൽ നിന്ന്, ജഅഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന്, ഇടതിയിൽ അടറാളും ഇന്നിത ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. ചേലോടെ ദീനിനെ നിർത്തണം കരീമായോനേ. അതെ, സയ്യിദ് ഇബ്നു ഹാരിസക്ക് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കും. ഞാൻ തന്നെ. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹ് എന്നെ ഏൽപ്പിച്ചുവല്ലോ ആ ഒരു കാര്യം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബകം ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, തന്റെ പ്രിയതമയോട് വിട ചോദിക്കണം. അതെ, എന്റെ അസ്മ, അവൾ പാവമാണ്. ജീവിതത്തിന്റെ മധുമലയുന്ന വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. തന്റെ പുന്നാര മകൻ, റബ്ബേ, ഒരു ദിവാസ്വപ്നം പോലെ എല്ലാം അങ്ങ് സ്തമിച്ചൊടുങ്ങുകയാണോ? ഇതെല്ലാം ഓർത്തുകൊണ്ട് വീടിന്റെ വാതിൽക്കൽ എത്തിയത് ജഅഫർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് പടിവാതിൽക്കൽ തന്നെ അസ്മാ ബീവി കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയതമയെ വാരിപ്പുണർന്നുകൊണ്ട് അസ്മാ ബീവിയോട് ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ അസ്മ, മോളെ, അതാ യാത്രാമൊയ്തുണ്ടിയിൽ കുടുങ്ങി. വരട്ടെ മോളെ, നാളെ റബ്ബിന്റെ സുവർഗ്ഗലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ 4 നയനങ്ങളും നയാതാ വെള്ളച്ചാട്ടം പോലെ ചാലിച്ചൊഴുകി കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് അതാ തന്റെ പടക്കുതിരിയ കടമ്പടിയിലേക്ക് ചാടിക്കയറാനൊരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളിയതാ, ഉപ്പാ. അതാ എല്ലാം മറന്നുകൊണ്ട് തന്റെ ചെഞ്ചോരെ വാരിപ്പുണർന്ന് ഒരു നിമിഷം അങ്ങ് നിൽക്കുമ്പോൾ തന്റെ പടവാൾ കയ്യിൽ കൊടുത്ത് ആ ധീര വനിത പറയുകയാണ്, പോണം പ്രിയനെ നീ അടർക്കാളത്തിൽ, പടച്ചോൻ വിളിക്കുന്നുണ്ടദീക്ഷണത്തിൽ. പെരിയോന്റെ മറന്ന് ക്ഷമിച്ചിടാം ഞാൻ, പൂമോൻ നിരന്നിടും
സുവർഗം കൂടാൻ പോണം പ്രിയനെ നീ അടർക്കാളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടീക്ഷണത്തിൽ. മൂത്തതിന്റെ പടർക്കണം 1,00,000-ഓളം വരുന്ന ശത്രുക്കൾ പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. വിശുദ്ധ പതാകയുമേന്തി ഹാരിസ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പട നയിക്കുകയാണ്. മഹാനവറുകളുടെ വാൾ ഉയർന്നു താന്നും കൊണ്ടിരിക്കുന്നു. അതാ പെട്ടെന്ന് ഒരു വെട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ പിഴഞ്ഞു കുളിക്കുമ്പോൾ ആ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് മുഴക്കിക്കൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു സിംഹക്കുട്ടിയെ പോലെ ശത്രുപാളയത്തിലേക്ക് ഇഴഞ്ഞു കയറി. മഹാനവറുകളാ അതാ തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ തല വാനിൽ കരിയില പോലെ പാറി നടക്കുന്നു. എന്നിട്ടോ വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു വീരൻ ചാടി ഉയർന്ന് തകർക്കുന്നേ. വള്ളൽ തിരു മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നതാരടാ. അമ്പവൻ തന്നുടെ ദീനിൽ ഉൾക്കൊണ്ട് അല്ലാഹ് പെരിയോനെന്നോദിയേ. അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പര നെഞ്ച് പിളർത്തിട്. വമ്പുറ്റ ജഅഫർ റളിയല്ലാഹു വീരൻ ചാടി ഉയർന്ന് തകർക്കുന്നേ. വള്ളൽ തിരു മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നതാരടാ. ഒരു കാപാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവറുകളുടെ വലത് കൈ അറ്റു വീണു. സുബ്ഹാനല്ലാഹ്. അധികം താമസിയാതെ തന്നെ ഇടത് കൈ മുറിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ഇല്ല, എന്റെ വലത് കൈ വെട്ടിയിട്ട് എന്റെ ഇടത് കൈ മുറിച്ചിട്ട് ഒരു ധിക്കാരിയെയും ആരംഭപൂവായ റസൂലുള്ളാഹിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഈ ഞാൻ സമ്മതിക്കില്ല. തന്റെ പകുതി ഛേദിക്കപ്പെട്ട കൈത്തണ്ടുകൾക്കിടയിലൂടെ കൊടി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വീരശൂര പരാക്രമി ശത്രുപാളയത്തിലേക്ക് ഇഴിഞ്ഞു കയറുകയാണ്. ശത്രുക്കൾ കളി തുള്ളിക്കൊണ്ട് മഹാനവറുകളെ കടിച്ചു വിടഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ചാട്ടുളി ആ വീരശൂര പരാക്രമിയുടെ നെഞ്ചകം മാറിടം നടുക്കം പിളർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ മഹാനവറുകളുടെ കണ്ണുകൾ 2 മടങ്ങി വീണു. മലാഖമാർക്കൊപ്പം ആ പുണ്യ ആത്മാവ് സുവർഗലോകത്തേക്ക് പൊങ്ങി. 90-ലധികം വെട്ടേറ്റ് കണ്ട് തൻ്റെ 2 കൈയും മുടിഞ്ഞു തൂങ്ങിയിട്ടും തൻ്റെ സ്വപ്നങ്ങളൊക്കെ നാളേക്ക് മാറ്റിവെച്ച് തൻ്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പൊരുതിയ പട നയിച്ച ആ വീരശൂര പരാക്രമി ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് സഹിക്കാനാവുക? മരണം ഭവിച്ചല്ലോ പീരിശവാപ്പ. പൂമോൻ മിഴി 2 തുടച്ചു അപ്പോൾ. ഉമ്മ മനം പൊട്ടി കരഞ്ഞുകൊണ്ട് ഉരുകി വിലപിച്ചു ഇനിയാരുണ്ട്? കനിയാം പ്രിയ മകൻ അനാഥയായി കരയാൻ ഇനി കണ്ണീർ നീലച്ചു പോയി. മനസ ഗടം തീർക്കാൻ നമുക്കാരുണ്ട്? കൽബും വിഷാദത്തിൽ മുഴുകി വിണ്ട്. മുത്തതിന്റെ പടർക്കളത്തിൽ തന്റെ ചെഞ്ചോരെ വിറപ്പിച്ച ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടുക്കീർ അല്ലാഹു തആല നാളെ നമ്മരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പറഞ്ഞു കണ്ട ഞങ്ങൾ നിർത്തുകയാണ്. അഹദായ തമ്പൂരാൻ അൽഹംദു നായകൻ അവരിൽ സ്തുതിയോദാം ഞങ്ങളെ. ആരിൽ മുഹബ്ബത്തും മാദിയൊളിമുത്തും ആശിഖാമുത്ത് റസൂലവരിൽ. ആശിഖാമുത്ത് റസൂലവരിൽ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.